ഒരുപാട് കുട്ടികളെ ഏറ്റവും പെർഫെക്റ്റായി അണിയിച്ചൊരുക്കുക, മേക്കപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നലെയൊക്കെ സംഘനൃത്തം ഉണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ ഭരതനാട്യം കണ്ടു, കുച്ചിപ്പുടി കണ്ടു, മോഹിനിയാട്ടം കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? നമ്മൾ മിനിഞ്ഞാന്നായിരുന്നു എത്തിയത്. മിനിഞ്ഞാന്ന് എത്തിയതേ ഉള്ളൂ നമ്മൾ. അപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ രാവിലെ തുടങ്ങി മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറച്ച് ലേറ്റായിട്ട് ചെന്നത്, പക്ഷെ മഴ കാരണം എല്ലാവർക്കും ഒരു ഇന്നിപ്പോൾ ഏതൊക്കെയാണ് ഡാൻസ് ഐറ്റംസ്, ഇവൻറ്റ്സ്? ഫോക്ക് ഡാൻസ് ഉണ്ട് അല്ലേ? ഇന്നലെ സംഘനൃത്തം ഉണ്ടായിരുന്നു. അത് ഹയർ സെക്കൻഡറി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇന്ന് ഹൈസ്കൂൾ വിഭാഗം. ഇന്നത്തെ ഏറ്റവും വലിയൊരു മത്സര ശ്രദ്ധയാകർഷിക്കുന്ന ഇനം ആണോ? അപ്പം ഏത് ടീമിനെയാണ്, അല്ലെങ്കിൽ എത്ര ടീമിനെയാണ് ഒരുക്കുന്നത്? ഇന്ന് ഞാൻ കാസർഗോഡ്, തൃശ്ശൂരും. അത് ശരി. എത്രാമത്തെ കലോത്സവമാണിത്? അതെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് ശരി. കോഴിക്കോടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ കലോത്സവം കഴിഞ്ഞ ശേഷം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നു. കൊല്ലത്തായിരുന്നു അതിന് ശേഷം വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഏറ്റവും ആകർഷിച്ചത് ഇതിന് തന്നെ സമയം എടുക്കുമോ? ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സമയം എടുക്കും? മേക്കപ്പ് ചെയ്യാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരുമോ? ഇത് കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു താടി ഒപ്പിക്കുന്ന പണിയെ തടി മറ്റേ ഒരു സിനിമ ചേരാൻ പറയുന്ന പോലെ. അയ്യോ, അത് ലോഹിദാസിനോട് പറയുന്ന വീണ്ടും ആണല്ലേ? ആ റൈറ്റ്. അതിനകത്ത് ലോക്ക്ഡൌണിന്റെ ഒരു സമ്പാദ്യമായിരുന്നു. അത് കളഞ്ഞിട്ടില്ല. കുറച്ച് ലെങ്ത് വരുമ്പോ എല്ലാരും ഇതുപോലെ ഇങ്ങനെ നോക്കും അല്ലേ? എന്തൊക്കെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ. നിങ്ങളുടെ അസോസിയേഷൻ എന്താ അതിന്റെ വിശദാംശങ്ങളൊന്ന്? ഇത് ഞാൻ ആഡ് ആയിട്ടില്ല. നമ്മള് അതിനെ ആഡ് ആവാൻ വേണ്ടി നമ്മുടെ നാട്ടിലും പല നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ആയിട്ടില്ല. ചേരണമെന്നൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അതിന്റെ. ഓക്കെ. താടിക്ക് ആരാധകരുണ്ടോ? പിന്നെ ഇല്ലേ, കൊള്ളാം. ഇവർക്ക് അങ്ങനെ തന്നെ മനുഷ്യരുടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് അല്ലേ? ഇവരുടെ നല്ല നല്ല കോമ്പിനേഷൻ ആണോ? അത് ശരി. ഞാൻ തിരുവനന്തപുരത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും അല്ലേ? അല്ലേ? അങ്ങനെ എത്ര പേരെ അറിയാം ഇതേ ഫോർമാറ്റിൽ ഈ താടി ഒതുക്കി? ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. ആണോ? മത്സരിച്ചോ? ഇല്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇറങ്ങാം. താടി മാത്രമല്ല, മീശയും കൂടെ നോക്ക്. അല്ല, മീശയും ഇങ്ങനെ തന്നെ പിടിപ്പിച്ച് അത് ട്രിം ചെയ്യൊന്നും ഇല്ല അല്ലേ? ഇങ്ങനെ ഏതാണ്ട് ഇങ്ങനെ നീട്ടിയാൽ ഇവിടെ എത്തും. അതിന്റെ നീളം നോക്കട്ടെ. ഇതുണ്ടോ? ശരി. മൃണാളിന്റെ വീട് എവിടെയാണ്? കാസർഗോഡ് ആണല്ലേ? ഒരു വർഷത്തെ കലോത്സവം നടന്നതിന്റെ തൊട്ടടുത്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മൃണാലിനെയും പരിചയപ്പെട്ടു. ഓക്കെ. രാവിലെ തിരക്ക് പിടിച്ച ദിവസമാണ് അല്ലേ? അവരിങ്ങനെ അപ്പം ഒപ്പമുള്ള ആളുകൾ പരിപാടികളൊക്കെ തുടങ്ങിയോ? ഈ മേക്കപ്പിൽ വന്നിട്ടുള്ളൊരു വലിയ മാറ്റം എന്താണ്? കലോത്സവവും സംഘനൃത്തവും ഒക്കെ കാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പുതുമ എന്താണ്? പുതിയ കാലത്ത് നിങ്ങളുടെ ഒരു ചലഞ്ച് എന്താണ്? പഴയ മേക്കപ്പ് രീതിയും പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ആൻഡ് ഹെയർ ഒക്കെ ഡിഫറെൻ്റ് ആണ്. എല്ലാം വിട്ടു അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള ഭരതനാട്യം, കുച്ചിപ്പുടി ഒക്കെ സെയിം ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് സംഘനൃത്തം. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഐറ്റംസിന്. സംഘ നൃത്തത്തിലേക്ക് വരുമ്പോൾ, ഫോക്ക് ഡാൻസിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു പുതിയ രീതികൾ. ഗ്രൂപ്പ് സംഘനൃത്തം, ഫോക്ക്. അതിലെ ഒരു പുതിയ ട്രെൻഡ് എന്താണ്? ട്രെൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ സ്റ്റൈല്, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ്. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തന്നെ ചെയ്യും അല്ലേ? പിന്നെ നമ്മളൊരു ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് അവർ ചിട്ടപ്പെടുത്തുന്ന സ്റ്റെപ്സിനനുസരിച്ചും. സ്റ്റെപ്പല്ല, കഥാപാത്രത്തിനനുസരിച്ച് നമ്മൾ കോസ്റ്റ്യൂമും ഹെയറും മൊത്തം മേക്കപ്പ് ആണെങ്കിലും പോലും ചേഞ്ച് ചെയ്യേണ്ടി വരും. കണ്ടന്റിനനുസരിച്ചല്ലേ? അപ്പം ഇതിന് ജഡ്ജസിന്റെ മാർക്ക് ഇടുന്നതിൽ വലിയൊരു റോൾ ഉണ്ടെന്നാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും ഇന്ന് ഇതെല്ലാം മനസ്സിൽ വെച്ച് സംഘനൃത്തം നമുക്കും എല്ലാവർക്കും കണ്ടു നോക്കാം. മൃണാളിൻ്റെ ടീമുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ്.
ഫോക്കാണ്, നാടോടി നൃത്തമാണ്. അതാണ് കൺഫ്യൂഷൻ വന്നതാണ്. ഇന്നലെ മെയിനായിട്ട് ഐറ്റമാണ് വരുന്നതിന് 7-ാം തീയതി ഹൈസ്കൂൾ ഗ്രൂപ്പ് ഡാൻസ് വരുന്നില്ല. ഓഹോ. കുറച്ചുകൂടെ ആൾക്കാർ. അപ്പോൾ ഇന്നലെ വന്ന് നമ്മൾ കണ്ടത് സംഘനൃത്തം ഹയർ സെക്കൻഡറി ആയിരുന്നു. ഇനി ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം വരാനിരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഫോക്കിനെ കുറിച്ച്, നാടോടി നൃത്തത്തെക്കുറിച്ചാണ്. അല്ല, ഇതെല്ലാ ഇനങ്ങളും കൂടെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇവിടെ എല്ലാം കൺഫ്യൂഷൻ വരും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ. പല വേദിയിൽ നടക്കല്ലേ. അതെ. അപ്പോൾ ഏതായാലും എത്ര ദിവസം ഇവിടെ തിരക്കോടുണ്ടാവും? ഞാൻ 7-ാം തീയതി വരെ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോഴേ ഈ ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ്സ് തീരൂ അല്ലേ? അവസാന വേദിയല്ലേ. ഈ കലോത്സവത്തിന് അപ്പുറത്തേക്കുള്ള മേക്കപ്പിന്റെ സാധ്യതകൾ പരീക്ഷിക്കാറുണ്ടോ? മീൻസ് ഇപ്പം പ്രൊഫഷണലി എവിടെയൊക്കെയാണ് ഇപ്പം ബ്രൈഡ്? അവിടെ കാഞ്ഞങ്ങാട് തന്നെയാണോ? ഇല്ല, നമ്മളിപ്പോൾ ഏതാ വർക്ക് വിളിക്കുന്ന അനുസരിച്ച് നമ്മൾ. അപ്പോൾ എല്ലാ ഈ മേഖലയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുന്നത് സിനിമയാണെന്ന് പറയാറുണ്ടല്ലോ. സിനിമ ലക്ഷ്യമാണോ? പരിശ്രമമുണ്ടോ? പരിശ്രമം എന്ന് വെച്ചാൽ നമ്മൾ കോണ്ടാക്ട് വഴി എത്തിപ്പെട്ടാൽ അത്രയും സന്തോഷം. ഇപ്പൊ കാസർഗോഡൊക്കെ സിനിമാക്കാരുടെ ഇഷ്ടസ്ഥലമാണ്. പുതിയ സിനിമകൾ, പുതിയ പ്രമേയങ്ങൾ, നല്ല സക്സസ്ഫുൾ സിനിമകളൊക്കെ വരുന്നൊരു കാലം കൂടിയാണ്, സമയം കൂടിയാണ്. അതുപോലെ തന്നെ കാസർഗോഡിന് അങ്ങനെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ മൃണാൾ, താങ്ക് യു. ഒരുപാട് സന്തോഷം. കാണാം. ഓക്കെ, താങ്ക് യു.